കേരളത്തില് BJP നോട്ടമിടുന്ന പ്രധാനമായി 3 ജില്ലകളുണ്ട്. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശ്ശൂർ, മറ്റൊന്ന് ആലപ്പുഴ. കഴിഞ്ഞ തവണ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. ആലപ്പുഴ ഒരിക്കലും A ക്ലാസ് മണ്ഡലം അല്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടുകൂടി അത് A ക്ലാസ് മണ്ഡലമായി തീരുകയും 2,99,000 വോട്ട് പിടിക്കുകയും ചെയ്തു. ആ ലോക്സഭാ മണ്ഡലത്തില് കായംകുളം മണ്ഡലം വളരെ മുന്നേറ്റം കുറിച്ചു. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 26-ൽ മത്സരിക്കുമെന്നും പറയുന്നുണ്ട്. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ആലപ്പുഴ 9 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. 9 മണ്ഡലങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഹരിപ്പാട് മണ്ഡലം. ഹരിപ്പാട് ഭാവി മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്ന് വേണമെങ്കിലും പറയാം. ഭാവി മുഖ്യമന്ത്രിമാര് കോൺഗ്രസിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് അതിൽ ഒരാള് രമേശ് ചെന്നിത്തല. അത് മാത്രമാണ് ഇപ്പോൾ UDFന്റെ കയ്യില് ഉള്ളത്. ബാക്കി മുഴുവൻ LDFന്റെ കയ്യിലാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂരില് ഇതില് CPIക്ക് ചേർത്തലയിലും NCPക്ക് ഉള്ള ഒരു മണ്ഡലമാണ് കുട്ടനാട്. അത് ഇത്തവണ കുട്ടനാടിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി രംഗത്തും ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മന്ത്രിമാരുടെ എണ്ണം ഇവിടെ 2 പേരുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ചേർത്തലയിൽ നിന്ന് P പ്രസാദും ചെങ്ങന്നൂരിൽ നിന്ന് സജി ചെറിയാനും 2 മന്ത്രിമാരുണ്ട്. ഈ ആദ്യം നമ്മൾ വിജയനാഥ് പറഞ്ഞത് ആലപ്പുഴയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആരിഫിന്റെ കയ്യിൽ നിന്ന് KC വേണുഗോപാൽ ശക്തമായിട്ട് തന്നെ അത് പിടിച്ചു വാങ്ങി. ഒരു വൻ വിജയം തന്നെ, സംശയമില്ലത്. അദ്ദേഹത്തിന് പ്രചാരണത്തിനൊന്നും സമയം കിട്ടിയില്ല, അധികം പോയില്ല. അല്ലാതെ ഈസി ആയിട്ട് കരതല മലകം പോലെ പുഷ്പം പോലെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം പിടിച്ചെടുത്തതിൽ നമുക്ക് അവരുടെ ജില്ലയുമായിട്ട് പൊരുത്തപ്പെടുന്ന അല്ല, മണ്ഡലത്തിന് വ്യത്യാസമുണ്ട്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ മണ്ഡലം വരുമ്പോൾ കരുനാഗപ്പള്ളിയും കൂടെ കയറി വരും കൊല്ലം ജില്ലയിൽ, അല്ലേ? അപ്പൊ നമുക്കെല്ലാവരും ആ ഭൂരിപക്ഷം ഒന്ന് ഡിസക്ട് ചെയ്തു നോക്കാം. അതായത് അന്ന് KC വേണുഗോപാലിന് 63,813 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായി പറയുന്നു. എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അവിടെ സീറ്റ് ഉണ്ടായിരുന്ന ആരിഫിന്റെ സീറ്റാണ് പിടിച്ചെടുത്തത്. ആരിഫിന് കിട്ടിയ വോട്ട് അതിൻ്റെ കൂടെ 60,000, 69,000 കൂടെ 63,000 കൂടി ചേർത്ത KC വേണുഗോപാലിൻ്റെ വോട്ട് ആരിഫിന് കിട്ടിയത് 3,41,047 വോട്ടുകളാണ് കിട്ടിയത്. ശോഭാ സുരേന്ദ്രൻ വലിയൊരു അത്ഭുതം തന്നെ അവിടെ സൃഷ്ടിച്ചു. കെട്ടിവെച്ച തുക പോലും കിട്ടത്തില്ലെന്ന് വെറ്റുവെച്ച ആ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയൊരു തിരയിളക്കം. കടലുകളുടെ നാളാണല്ലോ ഇത്. പുറക്കാട് മുതലേ ചെമ്മീൻ്റെ ഭൂമികയും കൂടിയാണല്ലോ. അവിടെ അവർ നേടിയത് 2,99,000, ഏതാണ്ട് 3 ലക്ഷത്തോടടുത്ത് 2,99,648 വോട്ടുകൾ BJPക്ക് അവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വിപ്ലവ ഭൂമിയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലം അല്ലായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കൂടി വന്ന് അതിന്റെ ഇമേജ് അങ്ങ് മാറ്റി, അതിന്റെ പ്രതിച്ഛായ അങ്ങ് മാറി. വിപ്ലവ ഭൂമിയാണ്. ബലികുടീരങ്ങൾ, രണസ്മാരകങ്ങൾ, സ്മരണകൾ ഇരമ്പുന്ന ബലികുടീരങ്ങളുള്ള സ്ഥലം. പുന്നപ്ര, വയലാർ വിപ്ലവം നടന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. വാരിക്കുന്തങ്ങളുമായിട്ട് തൊഴിലാളികളെ പട്ടാളത്തിനെ നേരിടാൻ വിട്ടിട്ട് നേതാക്കന്മാർ മുങ്ങിയ സ്ഥലവും കൂടാണ്. അങ്ങനെ ഒരു അപഖ്യാതി കൂടിയുണ്ട്. ഒരൊറ്റ നേതാവ് മരിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? TV പത്രോസ് എന്നൊക്കെയുള്ള പേര് നമ്മൾ ചന്ദ്രൻ കേൾക്കുന്നു. VS അച്യുതാനന്ദൻ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഒളിവിൽ പോകാൻ നേതാക്കൾ പറഞ്ഞു. അതിന് മുകളിലുള്ള നേതാക്കൾ പറഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് ഈരാറ്റുപേട്ട പോയത്. ഞാനിത് ചോദിച്ചു, പാർട്ടിയുടെ പഴയ സഖാക്കളോട് ചോദിച്ചു. അത് അങ്ങനെയൊന്നും സംഭവിച്ചതല്ല, യാദൃച്ഛികമായിട്ട് സംഭവിച്ചതെന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. അത് യാദൃച്ഛികമല്ല. ഇവരെ കൊലയ്ക്ക് കൊടുത്തിട്ട് പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ വിപ്ലവ ഭൂമിയിൽ വലിയ ചുടുകാടിൻ്റെയും ചെറിയ ചുടുകാടിൻ്റെയും ആ മണ്ണിൽ സുധാകരൻ ഒറ്റയ്ക്ക് പോയി നിന്ന് തങ്ങളുടെ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കേണ്ട വന്ന മണ്ണിൽ
അതാണ് ശരിയാമണ്ണം വിജയനാഥ് പറഞ്ഞതുപോലെ അങ്ങ് അരൂർ മുതൽ എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്ന അരൂർ മുതൽ കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കായംകുളം വരെ നീളുന്ന തീരദേശ പ്രദേശം, ഓണാട്ടുകരയുടെ പ്രദേശം, അതാണ് ഈ വിപ്ലവ മണ്ണ്. കയർ തൊഴിലാളികൾ ധാരാളം ഉള്ളതുകൊണ്ടാണ് പുന്നപ്ര വയലാറിൽ ഇത്തരം വാരിക്കുന്തങ്ങളുമായിട്ട് കർഷക തൊഴിലാളികളും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വാരിക്കുന്തങ്ങളുമായിട്ട് പോയിട്ട് നേരിടാൻ ധൈര്യമുള്ള ഒരു കേഡറിനെ അവർക്കവിടെ സ്വരുക്കൂട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഈ കേഡറുകൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരാണ്. ഈ LDF ഇത്രയും സീറ്റ് ഉണ്ടെങ്കിലും CPM ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. നമുക്കറിയാം സുധാകരനും തോമസ് ഐസക്കിന്റെ ഒക്കെ തട്ടകമായിരുന്നു ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും. സുധാകരനെ താഴെത്തട്ടിലേക്ക് മാറ്റി നിർത്തി. മാരാരിക്കുളത്ത് അതുപോലെ VS അച്യുതാനന്ദനെ തോൽപ്പിച്ച ഒരു ചരിത്രം കൂടിയുള്ള ഒരു മണ്ഡലമാണ്. VS അച്യുതാനന്ദൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മരണത്തിൽ പോലും മറക്കാൻ കഴിയാത്ത കൊടും ചതിച്ച പാർട്ടിക്കാർ തന്നെ ചതിച്ച ഒരു മണ്ഡലം കൂടിയാണത്. ഇതിനകത്ത് ഈ ആലപ്പുഴ ജില്ലയിൽ വരുന്ന ഒരു മാവേലിക്കര മണ്ഡലം സംവരണ മണ്ഡലവുമാണ്. കായംകുളത്ത് ഇതിനകത്ത് BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നൊരു വർത്തമാനമുണ്ട്. കാരണം അതിന് സാധ്യതയുണ്ട്. കാരണം കായംകുളം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം പറഞ്ഞു, ഡെമോഗ്രാഫിയിൽ മുസ്ലിങ്ങൾ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ആദിക്കാട്ട് കുളങ്ങര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മളവിടെ പോയാലറിയാം, അവിടെ മുസ്ലിം കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ള MSM കോളേജ് അതിൻ്റെയൊക്കെ ഒരു ഭൂമിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഹിന്ദുക്കളുടെ ഒരു കൺസോളിഡേഷൻ BJPക്ക് അനുകൂലമായിട്ട് വരുന്നത്. അവിടെ ചാരിമൂട് എന്നൊക്കെയുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായിട്ട് ഈ പാർട്ടി ഗ്രാമങ്ങൾ പോലെ ഇരുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലേക്കെല്ലാം ഇപ്പോൾ BJP ചേക്കേറിയിട്ടുണ്ട്. BJPയിലേക്ക് അനുകൂലമായിട്ടൊരു കാറ്റ് അവിടങ്ങളിലെല്ലാം വീശുന്നുണ്ട്. അതൊക്കെ ഒരു ശോഭാ സുരേന്ദ്രന് വേണ്ട രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്താൽ വോട്ടാക്കി വേണമെങ്കിൽ ജയിക്കാം എന്നുള്ളൊരു സ്ഥിതിയിൽ അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ തന്നെയുമല്ല, അവിടുത്തെ ആളുകളെല്ലാം ഓണാട്ടുകരയിലെ കർഷകരാണ്. ഓണാട്ടുകര പ്രദേശമാണിത്. അവർ പലരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ് അവിടെ. അതുപോലെ വേറൊരു പ്രത്യേകതയുള്ളത് വിജയനാഥ്, ചെട്ടികുളങ്ങര ക്ഷേത്രം, അതുപോലെ തന്നെ കണ്ടിയൂർ ക്ഷേത്രം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു ഭൂമി. അതിൻ്റെ ഭക്തരായിട്ടുള്ള ആൾക്കാരെല്ലാം പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അവരുടെ എല്ലാം ചിന്താഗതി BJPക്ക് അനുകൂലമായിട്ടാണ്, മോദിക്ക് അനുകൂലമായിട്ടാണ്. അത് വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ അവിടെ ശോഭിക്കാം. ഞാൻ ജയിക്കുമെന്ന് ഇപ്പോഴും പറയുന്നില്ല. കാരണം ഇവർ ജയിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാവും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതെല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകും, അവർ ജയിക്കുകയും ചെയ്യും. ആ ഒരു വസ്തുത കൂടി നമ്മൾ ഈ കായംകുളം തൊട്ടങ്ങ് കരുനാഗപ്പള്ളി വരെയും ഒരു മുസ്ലിം പോക്കറ്റുണ്ട്, ബെൽറ്റുണ്ട്. അവർ വൻതോതിൽ പണം അവിടെ സമാഹരിച്ചിട്ടുണ്ട്, ഒരുപാട് ഭൂമി, അതുപോലെ ആസ്തി. പിന്നെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അതിശക്തമായ ത്രികോണ മത്സരമായിരിക്കും. അത് വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം കൂടെ ആയിരിക്കും. അതായത് കോൺഗ്രസിൽ നിന്ന് 2021 മത്സരിച്ച അരിതാ ബാബു തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്. അരിതാ ബാബു രാഹുൽ ഗാന്ധി വന്ന് നേരിട്ട് കണ്ടതാണ്. പ്രിയങ്ക ഗാന്ധി ആ മണ്ഡലത്തിൽ എത്തിയതാണ്. അത് പ്രത്യേകത, അവര് പാല് വിറ്റ് ജീവിക്കുന്ന അതുകൊണ്ടാണ് CPM-കാര് പാൽക്കാരി എന്ന് പറഞ്ഞ് കളിയാക്കി, ചായക്കടക്കാരൻ മോദിയെ കളിയാക്കി. നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്. പിന്നെ CPM-ൽ നിന്ന് പ്രതിഭാകാരി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സന്ദർഭത്തിൽ ഈ അരിതാ ബാബുവിനെ അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഉള്ള ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ളതായിട്ട് ഞാൻ അറിയാം. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ്. ഈ പിന്നെ CPM-ൽ നിന്ന് എന്തായാലും പ്രതിഭാകാരിക്ക് ഇനി 3-ാം ഊഴം ഉണ്ടാകത്തില്ല. കാരണം അവിടെ വിഭാഗീയതയൊക്കെ രൂക്ഷമാണ്. പ്രതിഭാകാരിയെ തോൽപ്പിക്കാൻ തന്നെ പാർട്ടിയിലുള്ളവർ ശ്രമിക്കുകയും ചെയ്തു. പ്രതിഭാകാരിക്ക് 21 വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ സുജാത മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് അറിയുന്നത്. CS സുജാത മുമ്പ് മാവേലിക്കരയിൽ രമേശ് ചെന്നിത്തല തോൽപ്പിച്ചത് ആണെന്നാ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. VM സുധീരനെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വെല്ലുവിളിച്ചതാണ്, നീ ജയിക്കുന്നൊന്ന് കാണട്ടെന്ന്. ഞാൻ ജയിച്ചു കാണിക്കാമെന്ന് പറഞ്ഞ് VM സുധീരൻ സുധീരമായിട്ട് ജയിച്ച ആള്. പിന്നെ വേറൊരു തമാശയും കൂടെ പറഞ്ഞു നിർത്താൻ ചെയ്യുന്നത്, ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു MLA ഉണ്ടായിരുന്നു ആലപ്പുഴ നിന്ന്, ഓർക്കുന്നുണ്ടോ? സ്ത്രീയുടെ പേരാണ് KL ഓമനപ്പിള്ള. ഈ ഓമനപ്പിള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ഓമന എന്നുള്ള പേര് കേട്ട് പെണ്ണാണെന്ന് വിചാരിക്കും. നമ്മുടെയൊക്കെ വളരെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു MLA ആണ്. ഈ ഓമനപ്പിള്ളയെ നമ്മൾ കാണുമ്പോഴേ നല്ല മീശയൊക്കെ വെച്ച
സുമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓമനപ്പിള്ള എന്നാണ് പേരെങ്കിലും അദ്ദേഹം ഒരു പുരുഷനായത്. അങ്ങനെ ഒരു MLA ഉണ്ടായിരുന്നു. പിന്നെ CBC വാര്യർ നിയമസഭയിൽ അതെ അൺപാർലമെന്ററി ഭാഷയും പ്രകടനവും നടത്തിയ CBC വാര്യരുടെ മണ്ഡലം കൂടിയായിരുന്നു ഇത്. അങ്ങനെ ഒരുപാട് പിന്നെ VS അച്യുതാനന്ദൻ, അതുപോലെ തന്നെ തോമസ് ഐസക്. പിന്നെ അതുപോലെ ഹരിപ്പാട് പിന്നെ ലോക്സഭാ മണ്ഡലത്തില് വരുന്ന സമയത്ത് അവിടെ BJP വളരെ ശക്തമായ മുന്നേറ്റം കുറിച്ച ഇടമാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലം. അതെന്താണെന്നറിയാം. അതുകൊണ്ട് പിന്നെ ചെന്നിത്തലയ്ക്ക് ഒരു അല്പം ഭയമുണ്ട്. ഉണ്ടുണ്ട്. മണ്ണാറശാല, അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം, അത് നമ്മുടെ രാജരാജവർമ്മയല്ല, മറ്റേ തമ്പുരാൻ കേരളവർമ്മ വലിയൊരു തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെയുള്ള ഒരു വിശ്വാസികൾ മുഴുവൻ BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കും. അതുപോലെ അമ്പലപ്പുഴയിലെ സലാമാണ്. സലാമിനെതിരെ അതിശക്തമായിട്ട് ഇപ്പോഴും സുധാകരൻ രംഗത്ത് നിൽക്കുന്നുണ്ട്. സലാമാണ് സുധാകരനെ ഒതുക്കുന്നതിൽ SDPIയുടെ ഒക്കെ തന്നെ പിന്തുണയോടുകൂടിയുള്ള ആളാണ് സലാം എന്നാണ്. അതുകൊണ്ടാണ് ഈ സുധാകരൻ തീവ്രവാദികളുടെ കൈകളിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നത്. പാർട്ടി ചെങ്ങന്നൂർ മുതൽ കായംകുളം വരെയും. അപ്പം ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ മാറി മറിയുമെന്നുള്ളതാണ് അറിയേണ്ടത്. ചെങ്ങന്നൂരിലാണെങ്കിൽ സജി ചെറിയാനാണ്. സജി ചെറിയാൻ അവിടെ പിന്നെ ജനപ്രീതി ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഒക്കെ ഉയരുന്നുമുണ്ട്. അവിടെ ജ്യോതി വിജയകുമാർ മത്സരിക്കുമെന്നാണ് കോൺഗ്രസിൽ നിന്ന് അറിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷക ഒക്കെയാണ്. ആ നിലയ്ക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ല. അന്നേരം ചുമ്മാ പത്രത്തിലെ ഒരു പൈങ്കിളി വാർത്തയുടെ ഒരു ദിവസം വന്നുകൊണ്ടൊന്നും ജയിക്കാൻ പറ്റില്ല. അങ്ങനെ D. വിജയകുമാർ അദ്ദേഹത്തിന് അവരുടെ അച്ഛൻ നിന്നിരുന്നെങ്കിൽ ജയിച്ചാൽ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചായിരുന്നല്ലോ. സജി ചെറിയാനുമായിട്ട് മത്സരിക്കേണ്ട ആള് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഓക്കെ, ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജ്യോതിയൊന്നും വെച്ചൊന്നും ജയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മണ്ഡലമല്ല അത്. എൻ്റെ ഒരു ഘടന അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. എങ്കിലും പിന്നെ ആരെങ്കിലും ജയിച്ചോട്ടെ. നമുക്ക് തകഴിയുടെ ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലവും ഈ നമ്മുടെ കുട്ടനാട് മണ്ഡലം NCPയുടെ കയ്യിൽ നിന്ന് CPM പിടിച്ചെടുക്കുന്ന കുട്ടനാടിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്നും പറയാതിരിക്കാൻ നിർവാഹം നീണ്ടുകൊണ്ട് പോകുന്നുവെങ്കിലും കുട്ടനാട്ടിൽ ഇപ്പൊ BJP പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വികസനത്തിന്റെ ഒരു പൊളിറ്റിക്സ്. ഇപ്പൊ ജോർജ് കുര്യൻ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഉൾനാടൻ മത്സ്യകൃഷി അവിടെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൻ പദ്ധതിക്ക് കേന്ദ്ര പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പാക്കുക. കുട്ടനാട് പാക്കേജ് നടപ്പാക്കിയില്ല, അത് പൊളിഞ്ഞു പോയി. തോടുകളുടെ നീളം കൂട്ടുക, ആഴം കൂട്ടുക എന്നുള്ളതൊന്നും നടന്നില്ല. നടന്നിട്ടുണ്ടെങ്കിൽ കൃഷി അവിടെ ആലപ്പുഴയുടെയും കോട്ടയത്തിന്റെയും ജില്ലയുടെയും ബോർഡറാണ്. അവിടെ ഈ തോടുകളുടെ വീതി കൂട്ടുക, നവീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന നിർദ്ദേശം കുട്ടനാട് പാക്കേജിൽ MS സ്വാമിനാഥൻ നടത്തിയത്. അത് നടത്താത്തത് കൊണ്ടാണ് വെള്ളപ്പൊക്കം വന്ന് കൃഷി മുഴുവൻ നശിച്ചത്. അതുപോലെ തന്നെ ലോകത്തില് സമുദ്രത്തിന് താഴെ കൃഷി ചെയ്യുന്ന, കായൽ നികത്തി കൃഷി ചെയ്യുന്ന ലോകത്തിലെ ഏക ഭൂമിയാണ് ഈ കുട്ടനാട്. ഇപ്പൊ കൃഷി അവിടെ വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു, ഓണാട്ടുകരയിലെ പോലെ. ഇപ്പൊ അതുകൊണ്ട് ഉൾനാടൻ മത്സ്യ കൃഷിയിലേക്ക് ഉപജീവന മാർഗം മെച്ചപ്പെടുത്താൻ വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പൈലറ്റ് പ്രോജക്റ്റ് അതിപ്പോൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. BJPക്ക് അവിടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ. ക്രിസ്ത്യൻസ് ധാരാളമുള്ള മണ്ഡലമാണ്. അതുപോലെ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ഈഴവർ ധാരാളമുള്ള മണ്ഡലമാണ്. അതങ്ങനെ ആകർഷിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ പുതിയൊരു സംരംഭം, പ്രോജക്റ്റ് എന്നാണ് പറയുക, പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്.